മുന്നേ അവിടെ വന്നിട്ടുണ്ട്. അപ്പേ ഇതാണ് കട്ടിപ്പാറ അങ്ങാടി. ഇവിടുന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ തലയാട്ടക്കാണ്. അതേപോലെ റൈറ്റ് ചമൽ താമരശ്ശേരി റൂട്ടാണ്. അപ്പോൾ നമ്മൾ പൂനൂരിൽ നിന്നാണ് വന്നത്. ഏകദേശം 10-12 കിലോമീറ്റർ ഉണ്ട്. അപ്പം നമ്മൾ ഈ ഒരു പോക്കറ്റ് റോഡിനാണ് കയറുന്നത്. ഇവിടുന്ന് കയറി ഇതാ ഇത്തിരി മുന്നിലെത്തിക്കഴിഞ്ഞാൽ ഇവിടെ റൈറ്റ് സൈഡിലൊരു ഇവിടെ തന്നെ ഒരു ചായക്കട ഉണ്ട് കേട്ടോ. നല്ല ചെറിയ കടികളും ചായയൊക്കെ കിട്ടുന്നൊരു ഷോപ്പാണ്. അപ്പോൾ കുറച്ചൊരു 1.5 കിലോമീറ്റർ നമ്മൾ കയറി നേരെ തന്നെ അവിടുന്ന് ഈ ഒരു പള്ളി ഉണ്ട് ഇവിടെ. അവിടുന്ന് നേരെ തന്നെയാണ് പോകേണ്ടത്. ഈ റോഡ് എൻഡ് ആകുകയാണ് ഇവിടെ. ഇവിടുന്ന് ജസ്റ്റ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തു. ഇവിടുന്ന് നടന്ന് കയറണം. ഉണ്ടല്ലോ ചാ, ഞങ്ങളിവിടെ അതിക്രമിച്ച് കയറുന്ന ആൾക്കാരല്ല. 3 പേര് ചന്ദ്രയാൻ ലുക്കിലാണ് പോകുന്നത്. ശരിക്കും പറഞ്ഞാലേ ഇവിടെ പിന്നെ പൊതുവായിട്ടുള്ള വഴിയല്ല ഇത് ശരിക്ക് സ്വകാര്യ വ്യക്തികളെ സ്ഥലത്തൂടെയാണ് നമ്മളിപ്പോൾ ഈ ഒരു വാട്ടർഫാളിൻ്റെ അടുത്തേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ നടന്നും ഇതാ ഈ ഒരു അരുവിയുടെ അടുത്താണ് എത്തുന്നത്. ഈ ഒരു അരുവി തന്നെയാണ്, മുകളിലാണ് വാട്ടർഫാൾ ഉള്ളത്. അപ്പോൾ ഇത് മുറിച്ച് കടന്നിട്ട് വേണം നമുക്ക് പോകാൻ. ഈ മഴയൊക്കെ ഉള്ള സമയങ്ങളിൽ ഇത് മുറിച്ച് കടന്നിട്ട് പിന്നെ ചിലപ്പം മലൻ്റെ മുകളിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളം കൂടി പിന്നെ തിരിച്ചിങ്ങോട്ട് കടക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ വരാനൊക്കെ സാധ്യത ഉള്ള ഒരു ഏരിയ ആണ് ഇപ്പോൾ അത്. അട്ടയുണ്ടോ കുട്ടാ? അട്ടയുണ്ടോ? അപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട്, നല്ല വൈതല് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഷാമിർ കഴിഞ്ഞ ദിവസം ഒന്ന് വീണിട്ടേ ഉള്ളൂ. പിന്നെ ഇവിടെ പിന്നെ ആളുകൾ പുറത്തുനിന്ന് വന്നിട്ട് കൊക്ക ഒടിച്ച് നശിപ്പിക്കുക, അതേപോലെ പിന്നെ റബ്ബറിൻ്റെ ഷീറ്റ് ഉണ്ടാക്കുന്ന മെഷീനിൽ കമ്പിയിട്ട് തിരിച്ച് അങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇവിടെയുള്ള പരിസരവാസികൾ ഇവിടേക്കുള്ള പ്രവേശനം പിന്നെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. ഇതിലെ കുട പോകില്ല ഗൈസ്. അപ്പോൾ ഞങ്ങൾ കുട പൂട്ടിയിട്ടാണ് പോകുന്നത്. അതുപോലെ 3 ആളും കോട്ടിട്ടാ. ഇന്ത്യയിൽ കുടയാണ്. ഇതാടാ പുലിക്കോട്ട. ഞാൻ ഈ കുടയായിട്ട് പെട്ടിക്കുന്നു, എല്ലായിടത്തും കുടുങ്ങുന്നുണ്ട്. ഫാമിലിയൊക്കെ ആയിട്ട് വരികയാണെങ്കിലേ കുറച്ച് റിസ്ക്കാണ് സംഭവം. We are going to reach here. This is the spot of today. Yes. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഉള്ളത് അമരാട് വെള്ളച്ചാട്ടം എന്ന് പറയും. അതിൻ്റെ ഏറ്റവും രൗദ്രഭാവത്തിൽ നിൽക്കുന്ന സമയമാണ്. മഴയൊക്കെ പെയ്ത് നല്ല വെള്ളമുണ്ട്. ഇപ്പോൾ ഇറങ്ങാനോ കുളിക്കാനോ പറ്റാത്തൊരവസ്ഥയിലാണുള്ളത്. പക്ഷെ പൊളി വൈബാണ്. അത്യാവശ്യം കോടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനി ഞങ്ങൾ പറയൂല. ഇനി നിങ്ങൾ അപ്പോൾ ഗൈസ് ഒരട്ട 2 സൈഡും ഒക്കെ കടിച്ചിക്കോ. ഇതെന്താ സംഭവം? അപ്പോൾ ഗൈസ് നമ്മുടെ ക്യാമറൻ്റെ
ലെൻസിൻ്റെ മുകളിലൊക്കെയാണ് വെള്ളം പറന്ന് വരുന്നത്. അപ്പോൾ നമ്മുടെ കാഴ്ചകൾ അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. പെട്ടെന്ന് തന്നെ ക്യാമറ ഫോക്കസ് ഔട്ടായി പോകുന്നുണ്ട്. മഴക്കാലം ആയതുകൊണ്ടേ നല്ല നട്ടുണ്ട് കേട്ടോ. വേനൽക്കാലത്തൊന്നും ഇഷ്യൂസ് ഇല്ല. ഹലോ ഗായ്സ്, കിടിലം വൈബാണ്, ഒരു രക്ഷയില്ല. നല്ല ക്ലൈമറ്റ്, നല്ല നല്ല കുത്തൊയ്ക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങളിവിടെ ഇറങ്ങാനൊന്നും ശ്രമിക്കുന്നില്ല. കുളിക്കാനുള്ള ഒരു പ്ലാനും ഇല്ല, ജസ്റ്റ് കാണുന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനെ ബേസ് ചെയ്തിട്ട് നമ്മളിവിടെ വന്നത്. പിന്നെ അഡ്വഞ്ചറസ് ആയിട്ട് ഒരു രീതിയിൽ നമ്മളൊരു എന്താ പറയുക, ഒരു കുളിക്കാൻ ഇറങ്ങാനോ അല്ലെ മറ്റുള്ള ആൾക്കാർ ഇറക്കിയിട്ട് എന്തെങ്കിലും അപകടം വരുത്താനുള്ള ഒരു പരിപാടിയൊന്നുമില്ല. എന്തായാലും നല്ല കിടിലൻ ലൊക്കേഷനാണ്, നല്ല അടിപൊളി വൈബാണ്. എല്ലാവരും പിന്നെ പറ്റുമെങ്കിലൊക്കെ ഇവിടെ വരിക, എൻജോയ് ചെയ്യുക. അതുപോലെ തന്നെ മഴ ഇല്ലാത്ത സമയത്ത് വരണം. ഇതിപ്പോൾ നല്ല റെയിനി സീസണാണ്. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പം നെക്സ്റ്റ് വീഡിയോ വരുന്നവരേക്കും ഗുഡ് ബൈ.